ഡോക്ടറെ ഒരു ഡോക്ടറല്ലേ? ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെ ടാറ്റു ഒക്കെ അടിച്ച് നടക്കുന്നത് എന്ത് മോശ. ഇനി നിങ്ങൾ അടിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ വേണ്ടി ഈ സ്ലീവ്ലെസ് ഇട്ടിട്ട് നടക്കണത് എന്തിനാ? നിങ്ങൾ എന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? ടാറ്റു അടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു ഡോക്ടറായ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ശരിയാണോ? ഒന്ന് ആലോചിക്കണ്ടേ? എന്താ ഡോക്ടർ ഇങ്ങനെ? അപ്പൊ എല്ലാവർക്കും അടുത്ത ടോപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ടാറ്റു ആണ്. ടാറ്റു ആണ് നമ്മുടെ വിഷയം. എൻ്റെ ടാറ്റു, കുറേ ടാറ്റു ചെയ്യാൻ പാടുമോ, പാടില്ലേ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇതിപ്പോൾ അടുക്കളയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നെ അധികം നിങ്ങൾ അടുക്കളയിൽ കാണാറില്ല അല്ലേ? കാര്യം എനിക്ക് വളരെ കുറവാണ് കേട്ടോ കുക്കിങ്ങിൽ പരിജ്ഞാനം. അപ്പം എന്തുകൊണ്ട് അടുക്കളയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചിയില്ല, വത്സലേച്ചി പോയി, പാപ്പു പോയി, വെക്കേഷനാണ്, അവർ നാട്ടിലെത്തി, കുറച്ച് ദിവസമായി. ഇപ്പം ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ചാണ്. അപ്പം അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു നിരീക്ഷണങ്ങളിലൂടെ ഞാൻ എങ്ങനെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ കുഞ്ഞിതായിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള ചനയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പം അത് വാങ്ങും, ചൂടാക്കും, കഴിക്കും. ഇങ്ങനെയൊക്കെയുള്ള പല 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 പരിപാടികളിലൂടെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു കിച്ചണിൽ തന്നെ ആവാം എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, ഞാനിടുന്ന പ്രത്യേകിച്ച് ട്രാവൽ വ്ളോഗ്സിൻ്റെ താഴെ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ സ്ലീവ്ലെസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ കൈയുള്ള ടോപ്പുകളൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ടാറ്റു വിസിബിൾ ആവും. എൻ്റെ ടാറ്റു ഇത് ഞാൻ കുറേ കാലം മുമ്പേ, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ടാറ്റു ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു ടാറ്റു മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ഇത് കാണുമ്പോൾ താഴെ വന്ന് ചോദിക്കുന്നതാണ്. ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കുറേ കാര്യം. അയ്യോ, ഡോക്ടർ ഒരു ഡോക്ടർ അല്ലേ, ഡോക്ടർ സ്ലീവ്ലെസ് ഇടാൻ പാടുമോ, ഡോക്ടർ ടാറ്റു അടിക്കാൻ പാടുമോ, ഡോക്ടർ പാട്ട് പാടാൻ പാടുമോ, ഡോക്ടർ ഡാൻസ് കളിക്കാൻ പാടുമോ, ഡോക്ടർ ഫ്രോക്ക് ഇടാൻ പാടുമോ, ഡോക്ടർ അത് ചെയ്യാൻ പാടുമോ, ഡോക്ടർ ഇത് ചെയ്യാൻ പാടുമോ. ഒരു 300 ക്വസ്റ്റ്യൻസ് നിങ്ങളും കാണാറുണ്ടല്ലോ കുറേ പേര് ചോദിക്കുന്നത്. നോക്കൂ, ഈ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറായി ജനിച്ച്, ഡോക്ടറായി ജീവിച്ച്, ഡോക്ടറായി മരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളൊന്നുമല്ല ഡോക്ടർമാരും മനുഷ്യന്മാർ തന്നെയാണെന്നേ. നമുക്കും ജീവിതമുണ്ട്, നമുക്കും ഇഷ്ടങ്ങളുണ്ട്, നമുക്കും പാഷൻസ് ഉണ്ട്. ജോലി എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല, നമ്മുടെ ഒരു ചിന്താഗതിയുടെ കുറ്റമാണ്. കാലാകാലങ്ങളായിട്ട് ഈ ജോലിക്ക് അപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പ്രത്യേകിച്ച് ഡോക്ടർമാർ മറന്നു പോയിട്ടുണ്ട്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും കുറഞ്ഞ ഒരു വർഗ്ഗമാണ് ഡോക്ടർമാർ. അപ്പം അതുകൊണ്ട് കൂടിയാണ് ഡോക്ടർമാർക്ക് തന്നെ ഇത് കാണുമ്പോൾ അയ്യോ ഇതെന്താ അങ്ങനെയെന്ന് തോന്നുന്നത്. അപ്പോൾ പിന്നെ പൊതുജനങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ജോലി എടുക്കാൻ മാത്രമല്ല, ജോലി എൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് ഈ ഭൂമി മാക്സിമം കണ്ട് ആസ്വദിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇപ്പം നാളെ തന്നെ അങ്ങ് പോയാലും എനിക്ക് സന്തോഷമായിട്ട് പോകണം. ആ നാളെ വരെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നൊരു ആത്മസംതൃപ്തിയോടുകൂടി ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ അത് കണക്കാക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഈ ടാറ്റുവിനെ പറ്റി കുറേ പേര് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ ടാറ്റുവിനെ പറ്റി കുറച്ചും കൂടി അറിയാനുണ്ട്. ഈ ടാറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അങ്ങനെയങ്ങ് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ശരിയാണ്, ടാറ്റു ചെയ്തതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഈവൻ എയ്ഡ്സ് വരെ വന്ന ആളുകളുണ്ട്. അത് സത്യമാണ്. പക്ഷേ അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ടാറ്റു വില്ലനാവുന്നത്. അപ്പോൾ ടാറ്റു ചെയ്യുക എന്ന് പറയുന്നത് അതൊരാളുടെ ഇഷ്ടമാണ്. എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കളറുള്ള ഇങ്ക് ഉപയോഗിക്കണോ, അതോ ഇപ്പം ഞാൻ ചെയ്ത പോലെ ഇത്തരത്തിൽ മാത്രം ചെയ്യണോ, അതേത് ശരീരഭാഗത്ത് ചെയ്യണം, ഏത് ഡിസൈൻ, ഇതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്. ഇതിലിപ്പോൾ ഒരാൾക്കും കൈകടത്തേണ്ട കാര്യമില്ല. ഇത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ടാറ്റു ചെയ്യാൻ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം ടാറ്റു ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തിനെ ബാധിക്കരുത്. അപ്പോൾ എന്താണത്? പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മാത്രം പോവുക. പൈസ മാത്രം നോക്കി പോരുത്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും പച്ച കുത്താറുണ്ട്. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് ചില അമ്മമ്മമാരൊക്കെ പച്ച കുത്തി കൊടുക്കാറുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ആളുകൾ പച്ച കുത്തുന്നത് കാണാറുണ്ട്. നോ, അതൊന്നും ഞാൻ അഡ്വൈസ് ചെയ്യില്ല. കാരണം ഇത് ചെയ്യുന്ന സ്റ്റെറൈൽ സിറ്റുവേഷൻ, അതായത് സ്റ്റെറൈൽ ഒരു സർക്കംസ്റ്റൻസ് അതിന് വളരെ അത്യാവശ്യമാണ്. അതായത് ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് ഒരു തരത്തിലും ഇൻഫെക്ഷൻ കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പം അതിനെന്താ വേണ്ടത്? ആ ഉപയോഗിക്കുന്ന ഇങ്ക്, ആ ഉപയോഗിക്കുന്ന നീഡില്, അവരുപയോഗിക്കുന്ന ഗ്ലൗസ്, കാര്യങ്ങൾ അതെല്ലാം സ്റ്റെറൈൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ സിംഗിൾ ടൈം ഉപയോഗിക്കുന്ന നീഡിലുകൾ, അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്ന നീഡുകൾ, അതുപോലെ ഇങ്കിൻ്റെ ക്വാളിറ്റി, പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന എന്ത് സംഭവങ്ങളാണെങ്കിലും ശരി അത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അണുവിമുക്തമായ ഒരു ചുറ്റുപാടിൽ മാത്രമേ നമുക്ക്
ടാറ്റൂയിങ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എവിടെ പോകണം? റോഡ് സൈഡിൽ എന്താണ് വിമുക്തമാണ്. റോഡ് സൈഡിൽ ഇരുന്ന് പച്ച കുത്തുന്ന ആൾക്കാരത്ത് നിന്ന് പച്ച കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോവുക. അവിടെ നേരത്തെ കൂട്ടി പോയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് അവരുടെ ലൈസൻസ് ഇല്ലേ, അവരുടെ അവിടുത്തെ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് എല്ലാം എടുക്കുന്നില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ടാറ്റു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഇപ്പോൾ കോസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ടാറ്റു, അത്ര ചീപ്പ് ഒന്നുമല്ല. അപ്പോൾ കാരണം അവർക്ക് ഇത്രയും കാര്യങ്ങൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ചിലവുള്ളത് കൊണ്ടാണ്. ഇനി ആർക്കൊക്കെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല നോക്കൂ. ഒരു പരിധി വരെ ഇപ്പം നമുക്ക് ക്രോണിക് ഡിസീസസ് ഉള്ളവർ, ഇപ്പോൾ ക്രോണിക് ഡയബറ്റീസ് ഉള്ളവർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളവർ, എന്തെങ്കിലും രോഗങ്ങൾ, ഇപ്പോൾ വൃക്കരോഗം, ഹൃദ്രോഗം, ഇപ്പോൾ ചില ബ്ലഡ് തിന്നിങ്, ഇപ്പോൾ ആസ്പിരിൻ പോലെയൊക്കെയുള്ള എന്തെങ്കിലും ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ കുറേ ക്രോണിക് ഡിസീസസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അവരെല്ലാവരും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം. കാര്യം ഇത് നമ്മൾ കുത്തുന്ന സമയത്ത് കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവും, കുറച്ച് ചെറുതായിട്ടെങ്കിലും ബ്ലഡ് പൊടിയും. അപ്പോൾ ബ്ലഡ് തിന്നിങ് മരുന്നുകളൊക്കെ എടുക്കുന്ന ആളുകൾക്ക് പല പ്രിക്കോഷൻസും എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് ക്രോണിക്, അപ്പം അത് ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല, ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, ക്രോണിക് ഡയബറ്റീസ്, ക്രോണിക് ഹൈപ്പർടെൻസീവ്, അങ്ങനെയൊക്കെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഉള്ള ആളുകൾ, അതായത് എനിക്കിങ്ങനെ ഒരു രോഗമുണ്ട് എന്ന് അറിയുന്ന ആളുകൾ, കംപ്ലീറ്റ്ലി ഹെൽത്തി എന്ന് പറയാൻ സാധിക്കാത്ത ആളുകൾ, മരുന്നുകൾ എടുക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും സ്വന്തം ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാറ്റൂയിങ്. പിന്നെ ജനറലി ഇന്ന ആളുകൾക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ, ഇപ്പോൾ പ്രഗ്നൻസി നമുക്ക് ചെയ്യാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല നമ്മൾ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അവിടെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ, ലോക്കലായിട്ടുള്ള സ്കിന്നിൽ ഇൻഫെക്ഷൻ, എക്സിമ, അതുപോലെ സ്കിൻ ഡിസീസസ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് ക്രോണിക് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇപ്പോൾ സോറിയാസിസ് ഉള്ള പേഷ്യൻ്റ് ആണ്, ക്രോണിക് എക്സിമ ഉള്ള പേഷ്യൻ്റ് ആണ്, അങ്ങനെ പല പല സ്കിൻ ഡിസീസസ് ഉണ്ട്. അങ്ങനെയുള്ള സ്കിൻ ഡിസീസസ് ക്രോണിക് ആയിട്ട് കുറേ കാലമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടാറ്റൂയിങ് അഡ്വൈസബിൾ ആയി എന്ന് വരില്ല കേട്ടോ. അപ്പോൾ അത് ആ ഭാഗത്തെ ഇൻഫെക്ഷൻ മാത്രമല്ല, ജനറലായിട്ട് സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻസ്, സ്കിൻ ഡിസീസസ്, സ്കിൻ പ്രോബ്ലംസ്, ഇതൊരു പ്രോബ്ലമാണ്. അപ്പോഴും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടൂ. അടുത്തത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ആലോചിച്ചില്ല, മറന്നുപോയി. എന്തായിരുന്നു? അലർജി. അയ്യോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പല ഇങ്കുകൾ ഉപയോഗിക്കും. ഇപ്പം ഞാൻ ഒരു സിംഗിൾ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പല കളർ ഇങ്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചുവപ്പ്, പച്ച, നീല, അങ്ങനെ പല കളർ ഇങ്കുകൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഇങ്കുകൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അലർജി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ കുഞ്ഞിതായിട്ട് ആദ്യം ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ, അതായത് ഇങ്ക് നമുക്ക് ഇപ്പോൾ ഒരു ഭക്ഷണ സാധനം പോലെയാണ്. ഒരാൾക്ക് എന്തിന് അലർജി എന്നുള്ളത്, ചില ആൾക്കാർക്ക് ചില മരുന്നുകൾക്ക്, ചില ആൾക്കാർക്ക് ചില ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ അലർജി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അലർജി ടെസ്റ്റ് ചെയ്ത് ആ ഇങ്ക് നിങ്ങൾക്ക് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ അലർജി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സർട്ടിഫൈഡ് ലൈസൻസ്ഡ് ടാറ്റു ആർട്ടിസ്റ്റ് വിത്ത് എ വെരി സ്റ്റെറൈൽ പ്രിക്കോഷൻസ്, അത് ഒരു തരത്തിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രോണിക് ഡിസീസസ് ഉള്ളവർ ഡോക്ടറായിട്ട് എന്തായാലും അഡ്വൈസ് ചോദിക്കണം. സ്കിൻ ഡിസീസസ് ഉള്ള ആളുകൾ, അത് ഒരു തരത്തിൽ. പിന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, ഇപ്പോൾ പല ബ്ലീഡിങ്, ഇപ്പോൾ ഹിമോഫീലിയ പോലെ അങ്ങനെയുള്ള പല ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് കുഞ്ഞിതായിട്ട് ബ്ലീഡ് ചെയ്യുന്ന സംഭവമാണ്, നമ്മളിങ്ങനെ കുത്തുമല്ലേ, അപ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാതെ വരും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ക്രോണിക് ഡിസീസസിൽ ഉൾപ്പെടുന്നതാട്ടോ. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ആ രോഗം ഉണ്ട് എന്നുള്ളത് അറിയാലോ. അപ്പോൾ ബേസിക്കലി പിന്നെ ഇതൊന്നും അറിയാത്ത ആളുകൾ ഒന്നും ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യുക. ടാറ്റൂയിങ് ചെയ്യുന്നതിന് മുമ്പേ ബേസിക് ആയിട്ട് അപ്പം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒന്ന് നോക്കുക, ബ്ലീഡിങ് ക്ലോട്ടിംഗ് ടൈം ഒന്ന് നോക്കുക, ബ്ലീഡിങ് പ്രൊഫൈൽ, ക്ലോട്ടിംഗ് പ്രൊഫൈൽ ഒന്ന് ചെയ്ത് നോക്കുക. അതൊക്കെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അസുഖം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല, ഇതുവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലീഡിങ്ങും ക്ലോട്ടിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുമോ എന്നുള്ളതിന് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഷുഗർ ലെവലൊക്കെ ഓക്കെ ആണോ എന്നുള്ളതിന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ബി, എയ്ഡ്സ്, HIV പോലെയുള്ള എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടോ, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതും നിങ്ങൾ എപ്പോഴും അതിൻ്റെ ഒരു ടെസ്റ്റ് എപ്പോഴും ഈ VDRL, HIV, പിന്നെ അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B and C, ഇതിൻ്റെ ഒരു നോർമൽ പാനൽ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വേറെ ആളുകൾക്കും റിസ്ക് ഉണ്ടാക്കരുത്. കാരണം നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ആർട്ടിസ്റ്റിനും അതിൻ്റെ റിസ്ക് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും, അതുകൊണ്ട് എപ്പോഴും ഒരു ടാറ്റു ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ട് പോയി ചെയ്യാതെ ഒരു ഡോക്ടറെ അടുത്ത്, നിങ്ങളെ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്, സേഫ് ആണ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും ചെയ്യണം എന്നല്ല, പക്ഷേ സേഫർ സൈഡ് ഞാനത് പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ലാതെ ടാറ്റുവിനെ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ മോശമാണ് എന്നങ്ങോട്ട് പറയാൻ പറ്റൂ? സോഷ്യൽ മീഡിയനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന എത്ര ആളുകളുണ്ട്, മോശം രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഒന്നും നല്ലത് ചീത്ത അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല.
നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ടാറ്റൂയിങ്ങും ചീത്തയല്ല, ടാറ്റൂയിങ് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി എൻ്റെ ഈ ടാറ്റുവിനെ പറ്റി 2 വാക്ക് പറയാട്ടോ. ഞാൻ കഴിഞ്ഞ എൻ്റെ പാട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മ ഒരു ഗണപതി ഭക്തിയായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മണ്ണാർക്കാട് ആപത്തുകാത്ത ഗണപതി അമ്പലത്തിൽ ഒരു ഗണപതിയുടെ ഹാർഡ് കോർ ഫാനാണ് എൻ്റെ അമ്മ. ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഗണപതിയുടെ, എൻ്റെ അമ്മ 2021 എൻ്റെ അമ്മ മരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടാറ്റു ചെയ്യുന്നത്. എനിക്ക് എൻ്റെ അമ്മേനെ ഓർക്കാനല്ല, അമ്മേനെ ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ഓർക്കും, പക്ഷേ എങ്കിൽ പോലും ടാറ്റു ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ് ഗണപതിയും എൻ്റെ അമ്മയും കൂടി ചേരുന്ന ഒന്ന്. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് ശാരദാമണി എന്നായിരുന്നു. അപ്പോൾ ആ ശാരദാമണിയിലെ എസ് ഞാൻ എടുത്തു, ഗണപതി. അപ്പോൾ ഞാൻ എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, ഞാൻ ചെയ്തത് ഒറ്റപ്പാലത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ ഒറ്റപ്പാലത്ത് സഹിൽ എന്ന് പറയുന്ന ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ് എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ സഹിലിനോട് ഞാൻ പറഞ്ഞത്, നോക്കുക എനിക്ക് എസ്സും ഗണപതിയും കൂടി ചേരുന്ന ഒരു ഡിസൈൻ നീ ഒന്ന് വരച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ ഡിസൈൻസ് വരച്ചു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ആയിരുന്നു ഇത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു എസ്സും കാണാൻ പറ്റും, ഒരു ഗണപതിയുടെ തുമ്പിക്കൈ, ഒരു ആനയുടെ തുമ്പിക്കൈയും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗണപതി പ്ലസ് എസ്സിൻ്റെ എനിക്ക് വളരെ മനോഹരമായിട്ട് ഒറ്റപ്പാലത്തുള്ള സകിൽ വരച്ചെന്ന ഒരു ടാറ്റു ആണിത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇനിയും അവിടെ പോയിട്ട് എനിക്കൊരു ടാറ്റു കൂടി ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാണ്, ടാറ്റു മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, നിങ്ങളുടെ പാഷൻസ് എല്ലാം നിങ്ങൾ ചെയ്യണം. പക്ഷേ സേഫ്റ്റി, അതിൽ കോംപ്രമൈസ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ടാറ്റുവിൻ്റെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയല്ലോ. അപ്പോൾ ശരി കേട്ടോ, ബൈ. അയ്യോ, ഒരു 2-3 കാര്യങ്ങൾ പറയാൻ മറന്നുപോയി. 18 വയസ്സാവാതെ ടാറ്റു ചെയ്യണതിനെ പറ്റി ചിന്തിക്കേണ്ട ഒന്ന്. രണ്ടാമത്തെ, എന്തെങ്കിലും ആക്റ്റീവ് ഇൻഫെക്ഷൻസ്, പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ടാറ്റു ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ബ്ലഡ് ഡൊണേഷൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പോയി കഴിഞ്ഞാൽ ടാറ്റു ഉണ്ടെങ്കിൽ അത് എന്നാണ് ചെയ്തതെന്നുള്ള ഡേറ്റ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറ്റുമോ പറ്റില്ല എന്ന് അവർ നോക്കി പറഞ്ഞുതരും. നാലാമത്തെ, ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കുറച്ച് ദിവസം എങ്ങനെയൊക്കെയാണ് ഇത് പരിചരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ടാറ്റു ആർട്ടിസ്റ്റ് പറഞ്ഞുതരും. സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഒരിക്കലും മറക്കരുത്. സോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആരെങ്കിലും പേടിച്ചിട്ട് ടാറ്റു ചെയ്യണമെന്നുണ്ട് എന്നാൽ ഇപ്പോൾ എന്തെങ്കിലും പണി കിട്ടുമെന്ന് പേടിച്ചിട്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടോളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുത്തോളൂ. ധൈര്യമായിട്ട് പോയിട്ട് നല്ലൊരു ടാറ്റു സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് പോയിട്ട് ധൈര്യമായിട്ട് ടാറ്റു ചെയ്തോളൂ. അപ്പോൾ ബൈ.